നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഓടന്തോട് ഗ്രാമത്തിന്റെ നിറകയിൽ ഐശ്വര്യപൂർണമായി പ്രഭ ചൊരിയുന്ന കുരിശ്. ഗ്രാമാന്തരീക്ഷത്തിന്റെ ഹരിതഭംഗിയിൽ പുളകിതമാകുന്ന ഐശ്വര്യസമൃദ്ധിയുടെ ഈ നിർഗളിപ്പ് കരുണ ചൊരിയുന്ന ദൈവത്തിന്റെ വരദാനമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. കാട് കയറി കാട്ടരുവി താണ്ടി ഇവർ ഉയർത്തിയ ജീവിത വിജയം ഇന്ന് ഇവരുടെ പെരുമയായി. ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്തു നിന്നും ഇവർ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. പൂർവികർ കഠിന പരിശ്രമത്തിലൂടെ നേടിയ വിജയ വഴികളിൽ തങ്ങൾ പരിപാലിച്ചു പോന്ന ജീവിതചര്യ തങ്ങളുടെ അഭിമാനത്തിന്റെ നിറവാണെന്നും ഇത് തങ്ങളുടെ ആത്മീയതയുടെ പറുദീസയാണെന്നും പറയുന്നു. തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട പേരാവൂർ ഫൊറോനയിലെ ഒരു പള്ളിയാണ് ഓടന്തോട്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലാണ് ഈ ഇടവക സ്ഥാപിതമായിരിക്കുന്നത്. ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഐതിഹാസികമായ മലബാർ കുടിയേറ്റം ആരംഭിക്കുന്നത് പേരാവൂർ മേഖലയിലാണ്. ഈ പ്രദേശത്തുള്ള മണത്തണ ഗ്രാമം സംഘകാലഘട്ടം മുതൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. പഴശ്ശി രാജായിലൂടെ ഇന്ന് ഏറെ അറിയപ്പെടുന്ന കോട്ടയം രാജകുടുംബവും അതുപോലെ ബ്രിട്ടീഷുകാരുടെയും ഒരു പ്രാദേശിക ഭരണകേന്ദ്രമായിരുന്നു മണത്തണ. പഴശ്ശി രാജായും ബ്രിട്ടീഷുകാരും തമ്മിൽ 3 യുദ്ധങ്ങൾ മണത്തണയിൽ തന്നെ വെച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് കേരള മാനുവലിൽ, മലബാർ മാനുവലിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. യുദ്ധം കൊണ്ടും പകർച്ചവ്യാധികൾ കൊണ്ടും കാലങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ ജനസാന്ദ്രത വളരെ കുറഞ്ഞ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമാകുമ്പോഴേക്കും കാടുപിടിച്ച ഒരു പ്രദേശമായിരുന്നു ഇവിടം. ഇവിടേക്കാണ് മലബാറിലെ ആദ്യത്തെ കുടിയേറ്റം നടന്നത്. മണത്തണയിൽ നിന്ന് ഓടന്തോടിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഈ പ്രദേശത്തേക്ക് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറ്റം ആദ്യമായി നടന്നത് 1939-ലാണ്. കുടിയേറ്റ കുടുംബങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചപ്പോൾ ഓടന്തോട് കേന്ദ്രമാക്കി ഒരു ഇടവക സ്ഥാപിക്കുകയും 1968 നവംബർ മാസം 24-ാം തീയതി അഭിവന്ദ്യം വള്ളോപ്പള്ളി പിതാവ് ഇവിടുത്തെ ആദ്യത്തെ ദേവാലയം കൂദാശകർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഓടന്തോട് ഇടവക സ്ഥാപിക്കുകയും ശൈശവ നാളുകളിൽ ഈ ഇടവകയെ കൈപിടിച്ച് നടത്തുകയും ചെയ്ത അഭിവന്ദ്യ വള്ളോപ്പള്ളി പിതാവിനോടും കഴിഞ്ഞ 25 വർഷക്കാലം ഈ ഇടവകയെ വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോയ അഭിവന്ദ്യ ജോർജ് വലിയമറ്റം പിതാവിനോടും ഇപ്പോൾ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ ജോർജ് ഞർലക്കാട്ട് പിതാവിനോടും ഈ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഞാനിപ്പോൾ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. 1968 മുതൽ ഈ ഇടവകയുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്ത 18 മുൻ വികാരിമാരാണ് ഇവിടെയുള്ളത്. ഇടവക സമൂഹത്തിന് അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ വളരെ ഹൃദ്യമായി ഇപ്പോൾ അനുസ്മരിക്കുന്നു. ഇവരുടെ നേതൃത്വത്തിൽ ഇടവക സമൂഹം മുഴുവനും ഒരു സമൂഹം എന്ന പോലെ മുന്നേറിയതിൻ്റെ അനന്തരഫലങ്ങളാണ് ഇന്ന് ഇവിടെ കാണുന്നത് എല്ലാം എന്ന് പറയുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓടന്തോട് ഇടവക തലശ്ശേരി അതിരൂപതയിലെ വളരെ നല്ല ഒരു ഇടവകയാണ്. ശാന്തമായി ഒഴുകുന്ന ബാവേലിപ്പുഴയുടെ തീരത്ത് ശാന്തമായി ജീവിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം. ഗ്രാമത്തിൻ്റെ ശാലീനതയും നിഷ്കളങ്കതയും എന്നും ചങ്കിലേറ്റി ജീവിക്കുന്ന ഒരു നല്ല സമൂഹം. ഓടന്തോട് ഇടവകയുടെ സുവർണ ജൂബിലിയുടെ കാലഘട്ടത്തിൽ ഈ നല്ല മനുഷ്യരുടെ കൂടെ ജീവിക്കുവാനും ആത്മീയ ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി എളിയ ശുശ്രൂഷകൾ ചെയ്യുവാനും എനിക്ക് അവസരം ലഭിച്ചത് ജീവിതത്തിലെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ ഇവിടെ
386 ക്രൈസ്തവ കുടുംബങ്ങളാണ് ഉള്ളത്. ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട നസ്രത്ത് സന്യാസിനി സമൂഹത്തോടും നാളിതുവരെ ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ കൈക്കാരന്മാരോടും, അതുപോലെ കോർഡിനേറ്റർമാരെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും അൾത്താര ശുശ്രൂഷികളെയും വിവിധ സംഘടനാ ഭാരവാഹികളെയും പ്രവർത്തകരെയും മതാധ്യാപകരെയും ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. സ്നേഹിതരെ, കലാസ്നേഹികളെ, ഋതുഭേദങ്ങളുടെ കാലച്ചുകൾ അകന്നകന്നു പോകുമ്പോൾ സർഗവാസനകളുടെ വികാരത്തുടിപ്പുകളും കലാചൈതന്യവും ഒത്തിണക്കിക്കൊണ്ട് ഓടന്തോട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ദേവാലയത്തിലെ കുട്ടികൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന കലാവിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രപഞ്ചത്തിന്റെ ഉണർത്തുപാട്ടാണ് തിരുവചനം. വചനത്തിന്റെ നിറവിൽ തേജസ്വരൂപനായ നിത്യചൈതന്യത്തെ നിങ്ങളുടെ മുൻപിൽ താളലയങ്ങളോടെ അവതരിപ്പിക്കുന്നു. ഓംകാരനാദം ഓം പൂജ്യനാമം ഓം സമ്പൂർണം പാവനം പാലനം ശോഭനം ആർഷിതം ദയാർശ്രിതം വന്ദനം വാഴ്ക വാഴ്ക വചനം. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ഭാവം മൃദുചലനം ജലചലനം മൃദുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരപകൽ അതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം. വചനനാദമായാതിരൂപനായാദ്യം ശേഷം പാപഹേതുവായി പതനനാമമായാദം നാദം വചനനാദമായാതിരൂപ
വഴിയായി ഹൃതിയണഞ്ഞു മിഴി നനഞ്ഞു വഴിമറഞ്ഞു ആദിനരഞ്ഞു വന്ദനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം പാപഹാരിയായി പാതിരാവിലായി ജനനം ആ നേരം വാനിടത്തിലൊരു താരകപ്പിറവി പുണ്യം പാപഹാരിയായി പാതിരാവിലായി ജനനം ആ നേരം വാനിടത്തിലൊരു താരകപ്പിറവി പുണ്യം അവനൊരുവൻ വഴിയായി തന്നനുസരണം വഴിയായി അവനൊരുവൻ വഴിയായി തന്നനുസരണം വഴിയായി കുരിശിലേറി മൃതിയളഞ്ഞു മോക്ഷമേകി മുക്തിതനാ വന്ദനം വന്ദനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഋതുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീലമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലില പകലതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം ഓടന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തിന് പേര് വരാനുണ്ടായ ഒരു കാരണം പറയുന്നത് സമൃദ്ധിയായ ഓടകളും തോടുകളും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് ഓടന്തോടെന്ന പേര് വന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണ് പേരിനെ പറ്റി പറയപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ലെവലിൽ സർവേക്ക് വന്ന ഒരാൾ എൻ്റെ സ്ഥലത്താണ്. എൻ്റെ വീട്ടുപേര് എടനാട്ടുകാട് ജോസഫ് എന്നാണ് വീട്ടുപേരും പേരും. അവിടെ ഒരു ടെൻ്റ് അടിച്ചിട്ട് ഇയാൾ അവിടെ ക്യാമ്പ് ചെയ്തു. അപ്പം ഞാൻ ആ ടെൻറ്റിൽ ചെന്ന് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ ഇന്ന ആവശ്യത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓടന്തോട് എന്ന് പറയുന്ന ഓടത്തോട് എന്ന് പറയുന്നത് ഫാമിൽ നിന്ന് പാലത്തിലേക്ക് വന്ന് ചേരുന്ന തോടുണ്ട്. ആ തോടിൻ്റെ ഇരുകരകളും ഓടകൾ കൊണ്ട് സമൃദ്ധമാണ്. അതുകൊണ്ടാണ് ഓടത്തോടെന്ന് വന്നത്. അത് ലോപിച്ചിട്ട് വന്നതാണ് ഇപ്പോൾ ഓട് എന്നായി ഇപ്പോൾ പറയപ്പെടുന്നത്. അത് ഫാമിലാണ്, ആറളത്താണ്. പക്ഷേ ഇപ്പോൾ ഇത് കണിച്ചാർ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശം കൂടി ഓടന്തോട് എന്നുള്ള നിലയിൽ ഇപ്പം അറിയപ്പെടുന്നത്. കുടിയേറ്റം 1939 മുതൽ കുടിയേറ്റം തുടങ്ങിയതാണല്ലോ. അത് ചുരുങ്ങിയ രീതിയിൽ 42 ആയപ്പോഴത്തേക്ക് വ്യാപകമായ രീതിയിൽ കുടിയേറ്റം നടന്നു. അപ്പോൾ അന്നത്തെ ആദ്യകാല കുടിയേറ്റക്കാരിൽ പെട്ടവരാണ് നമ്മുടെ ആറുമാക്കൽ ചേട്ടനും പിന്നെ പാമ്പാടി കുഞ്ഞേപ്പിയേട്ടൻ, വെള്ളംകോട്ട വർക്കിച്ചേട്ടൻ, പിന്നെ ചാക്കോച്ചേട്ടൻ, കോക്കാട്ട് കുഞ്ഞാപ്പൻ ചേട്ടൻ, പിന്നെ കൊട്ടുപ്പള്ളി ചേട്ടൻ, പൗലോസ് ചേട്ടൻ. ഇവരെല്ലാം ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരുന്നത് തൊണ്ടിയിലുള്ള ഇവിടുന്ന് 4-5 കിലോമീറ്റർ യാത്ര ചെയ്ത്
തൊണ്ടിപ്പള്ളിയിൽ പോയാണ് തൊണ്ടി അന്ന് ഫൊറോന പോകുന്ന പള്ളിയിലാണ് എപ്പോഴാണ് അന്ന് പോകുന്ന എപ്പോഴാന്ന് പറഞ്ഞോ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇവിടുന്ന് ചൂട്ടും കിട്ടിയാണ് പോകുന്നത് ഓടച്ചോട്ട് കൊട്ടിയിട്ടാണ് തുണ്ടിക്ക് പോകുന്നത് നടന്ന് യാതൊരു വാഹന സൗകര്യങ്ങളും ഇല്ലെന്ന്. രാവിലെ പോകുന്നതിന്റെ കാര്യമല്ല പറഞ്ഞു. ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയുള്ള ദിവസം തലേദിവസം വന്ന് തൊണ്ടി സ്കൂളിൽ വന്ന് കിടക്കുകയും അങ്ങനെ അവിടെ കടന്നു കഴിഞ്ഞിട്ട് രാത്രികളുടെ 12 മണിയുടെ കുർബാനയും കണ്ടിട്ടാണ് ആളുകൾ തിരിച്ചു പോരുന്നത്. ഭയങ്കര സാഹസം കഴിച്ചാണ് ആളുകൾ ഒരു ഞായറാഴ്ച അല്ല മറ്റുള്ള ദിവസങ്ങൾ പള്ളിയിൽ പോവുകയാണെങ്കിലോ ഏതാണ്ട് രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങി പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള ഒരു 12 മണിയെങ്കിലും ആകും തീർച്ചയായും. വളരെ താല്പര്യത്തോടുകൂടി തൊണ്ടിപ്പള്ളിയിൽ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അന്ന് റോഡും സൗകര്യമൊന്നും ഇല്ലല്ലോ. തിരുവിതാംകൂറിൽ വന്ന ആൾക്കാരും അവർ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ റോഡിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, നടക്കാനുള്ള വഴിക്ക് വേണ്ടിയിട്ട്. ആ സ്ഥലത്ത് അവരന്ന് അവിടെ വഴി വിട്ടു തരാതെ ഇരുന്ന കാലങ്ങൾക്കുണ്ട്. അന്ന് വയലിൻ്റെ കരയ്ക്ക് കൂടെയാണ് ഞങ്ങൾ ഈ വയലിൻ്റെ കരയ്ക്ക് വരമ്പേ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അത് അന്നത്തെ കാലത്തൊക്കെ വളരെ കഷ്ടപ്പാട്. മിക്കവാറും കണ്ടത്തിൽ വീഴാതെ ഒരു വളരെ പ്രയാസം കുട്ടികളായിരിക്കും കാലത്ത്. വലിയ ആൾക്കാരായി കഴിഞ്ഞ ഇപ്പം പിന്നെ കുറച്ച് നോക്കി സെർച്ച് ചെയ്ത് നടക്കുന്നത്. ഞങ്ങളൊക്കെ എത്രയോ വീഴ്ച വീണ് വന്നു വയലില്. പിള്ളേരെല്ലാം ചെളി കൂടെ ആ കണ്ടത്തിന്റെ വരമ്പേ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. മഴക്കാലത്ത് അത് ദുസ്സഹമാണ് യാത്ര. കാലത്തെ കാര്യം പറയണ്ട. ഒരു കുടയും കൊണ്ടുപോയി ഇതിനിപ്പോൾ ഇപ്പോഴത്തേക്കാളും അതിശക്തമായ കാറ്റാ ഈ മഴ. അന്നത്തെ കാലത്ത് ഇതിനേക്കാൾ ശക്തമായ മഴകളുണ്ടായിരുന്നു. മഴകളുടെ കാലമാണ്. അന്നേരം ഈ കുട കൊണ്ട് പോയാലുണ്ടോ ഈ കുടയടക്കം ഞങ്ങളെ എടുത്ത് പൊന്തിച്ച് കണ്ടെത്തി കൊണ്ടുവിടും വയലില്ലാത്ത. അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. മഞ്ഞും തണുപ്പുമേറ്റ് വിണ്ണിൽ നിന്നും മണ്ണിലിറങ്ങിയ ലാവണ്യത്തെ, പുല്ലോലമെത്തയിൽ കടന്ന പിഞ്ചു പൈതലിനെ കൂടെ കളിക്കാനും കൂട്ടിരിക്കാനും സംഗീതാലാപനത്തോടെ ഈശോയെ ക്ഷണിക്കുകയായി.
സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഓടന്തോട് ഇടവകയിൽ KCYM സ്ഥാപിതമായിട്ട് ഏകദേശം 15 വർഷത്തോളമായി. ആത്മീയമായും ഭൗതികമായും വളരെ ശാന്തമായ ഓടന്തോട് ഇടവകയിൽ ആരംഭം മുതൽ തന്നെ KCYMൽ പ്രവർത്തിക്കാൻ ധാരാളം യുവജനങ്ങളുണ്ടായിരുന്നു. യുവജനങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടവക സമൂഹത്തിലും സമീപ പ്രദേശങ്ങളിലും KCYMനെ ഒരു നല്ല പ്രസ്ഥാനമാക്കി ഉയർത്താൻ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ക്രിസ്മസ്, ഇടവക തിരുനാൾ തുടങ്ങിയ ആഘോഷങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ ധാരാളം യുവജനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഓടന്തോട് ഇടവകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവിടുത്തെ KCYMന്റെ പേരും പ്രശസ്തിയും. രൂപത സംസ്ഥാന കലോത്സവങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്ത യുവജനങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട് എന്നത് വളരെ അഭിമാനാർഹമായ ഒരു കാര്യമാണ്. ആരംഭം മുതൽ തന്നെ നല്ലൊരു പ്രസ്ഥാനം എന്ന നിലയിൽ പേരെടുക്കാൻ ഇവിടുത്തെ KCYMന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പാത പിന്തുടർന്നു പോകുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള KCYMന്റെ പ്രവർത്തനങ്ങളും. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായമായി നിൽക്കുന്ന വികാരി അച്ഛനെയും യൂണിറ്റ് ആനിമേറ്റർ സിസ്റ്റർ ആൻസി കുര്യനെയും നന്ദിയോടെ ഓർക്കുകയാണ്. 1968 ഓടന്തോട് ഇടവക രൂപം കൊണ്ടെങ്കിലും മതബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് കോട്ടപ്പറമ്പൽ അച്ഛൻ്റെ കാലത്ത് 1970-ലാണ്. തുടർന്ന് 1980-ലാണ് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മറ്റത്തിലച്ഛൻ്റെ കാലത്ത് അടുക്കും ചുട്ടിയിടം കൂടിയുള്ള സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 1980-ന് ശേഷം ഇടവകയിലെ വിശ്വാസികളുടെ എണ്ണം ക്രമാനുഗതമായി കൂടിയതനുസരിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി. ഈ സമയത്ത് കൂടുതൽ മതാധ്യാപകർ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ കടന്നു വരികയും അധ്യാപകർ കുട്ടികളുടെ വീടുകൾ കയറി ഇറങ്ങി സൺഡേ സ്കൂളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം കൂടുതൽ കുട്ടികൾ വരികയും സൺഡേ സ്കൂൾ കൂടുതൽ സജീവമാവുകയും ചെയ്തു. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചോട് കൂടിയിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്ഥലമില്ലാത്തതിനാൽ പുതിയൊരു സൺഡേ സ്കൂൾ കെട്ടിടം പണിയാൻ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് കണിവേലിയച്ഛൻ്റെ നേതൃത്വത്തിൽ ആ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇന്ന് സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ഇത്രയും ഭംഗിയായി നടക്കുന്നത് മുൻ വികാരിയച്ഛനായിരുന്ന അഗസ്റ്റിൻ ഉറുമ്പുകാട്ടിലച്ഛൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. പെരാർ മേഖലയിലെ ഏറ്റവും നല്ല സൺഡേ സ്കൂളായി ഓടന്തോട് ഇടവകയെ പല പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ സാന്റിയച്ഛൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് 3 വർഷങ്ങളിൽ അടുപ്പിച്ച് നമുക്ക് മേഖലയിൽ 1ാം സ്ഥാനം ലഭിച്ചത്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഓർക്കുകയും അച്ഛനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ ഇവിടുത്തെ 3 വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഭദ്രാവതി രൂപതയുടെ വികാരി ജനറലായിട്ട് ഈ കഴിഞ്ഞ മെയ് മാസം 14-ാം തീയതി യാത്രയായി. അച്ഛൻ്റെ സേവനങ്ങളെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു വേങ്കുന്നലച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 13 അധ്യാപകർ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. കാര്യക്ഷമമായി തന്നെ സേവനം ചെയ്യുന്നുണ്ട്. 13 അധ്യാപകരിൽ ബഹുമാനപ്പെട്ട ബ്രദറുണ്ട്. കുന്നോത്ത് മേജർ സെമിനാരിയിൽ നിന്നും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ബ്രദർ ഇവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികളെ വേദന പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ നസറത്ത് സിസ്റ്റേഴ്സിലെ 3 സിസ്റ്റേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. 38 വർഷമായി സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ജോയ് സാർ ഇവിടെ ഉണ്ട്. 28 വർഷമായി ഞാനും ബഹുമാനപ്പെട്ട അധ്യാപകർ ജോയ് സാറ്, സന്തോഷ് സാറ്, എലിക്കുട്ടി ടീച്ചർ ഇവരെല്ലാം 20 വർഷത്തിന് മേലെയായി ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തിന് മേലെയായി മറ്റ് ടീച്ചർമാർ, മിനി ടീച്ചർ, ഷീന ടീച്ചർ, ലൈസമ്മ ടീച്ചർ ഇവരും പ്രവർത്തിക്കുന്നു. ഇവരുടെ എല്ലാം സേവനഫലമായിട്ടാണ് നമ്മുടെ സൺഡേ സ്കൂള് പെരാർ മേഖലയിലെ ഏറ്റവും നല്ല സൺഡേ സ്കൂളായി ഈ 3 വർഷവും അടുപ്പിച്ച് 1ാം സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ സാധിച്ചത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വേങ്കുന്നലച്ഛൻ നേതൃത്വം നൽകുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതിന് അച്ഛൻ തീക്ഷ്ണമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കൾ ഞങ്ങളെ നിന്നും തിരുത്തോട്ടത്തിലെ വേലക്കാരായി നീ വിളിച്ചു കൊണ്ടുപോകണേ ഗുരു. ഓടന്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ അജപാലന സമിതി അംഗങ്ങളാണ് ഞങ്ങൾ. ഇടവകയുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നീ